ചെറായി ഗൗരീശ്വരം SMHSS സ്കൂളിലെ 2024 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് നടത്തി. 40 കുട്ടികൾക്ക് ഫുൾ A+ഉം 8 കുട്ടികൾക്ക് 5 A+ഉം സ്കൂളിന് അഭിമാനമായി ഒരു കുട്ടി 1200-ൽ 1199 മാർക്കും കരസ്ഥമാക്കി. 80% വിജയമാണ് സ്കൂൾ കൈവരിച്ചത്. 30 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ A+ കരസ്ഥമാക്കിയിരിക്കുന്നത്. സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളിൽ ബയോളജി സയൻസിലെ ലക്ഷ്മി ചന്ദന 1 മാർക്ക് മാത്രം കുറഞ്ഞുകൊണ്ട് 1199 മാർക്ക് നേടി സ്കൂളിൻ്റെ അഭിമാനമായി മാറി. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു ഫലമാണ്. അതോടൊപ്പം തന്നെ അവരെ ഇതിനു വേണ്ടി പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിച്ച നമ്മുടെ മാനേജ്മെൻറ്റും PTA-യും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പം എല്ലാ കാര്യത്തിനും സഹകരിച്ച PTA-യും മാനേജ്മെൻറ്റിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രയത്നം, നമ്മുടെ പരിശ്രമം ആദ്യമാണ് നിങ്ങളുടെ വിജയത്തിലെത്തിക്കുന്നത്. നിങ്ങളുടെ പരിശ്രമം എത്രയുണ്ട് വിജയിച്ചോ അത്രയും, എത്രയുണ്ട് ശ്രമിച്ചോ അത്രയും വിജയം നിങ്ങൾ. ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും എന്തെല്ലാം രീതിയിൽ പരിശ്രമിക്കുന്നു അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്കൊരാഗ്രഹം വേണം, നമുക്കൊരു മനസ്സ് വേണം. നേടിയെടുക്കണം, നേടിയെടുക്കണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരും. നാളെ ഇന്നത്തെ കാര്യമുള്ള ഞാൻ പറയാം, നാളെ നിങ്ങളുടെ അടുത്ത ഉപരിപഠനത്തിനായാൽ പോലും നിങ്ങളുടെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അന്ന് ആദ്യമേ നിങ്ങളുടെ ഒരു യോഗം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പരിശ്രമമാണ് എവിടെ എത്തിയണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമ്മളൊരു പൊസിഷനിലേക്ക് കടക്കണം. അപ്പോൾ ഇന്നതാണോ ഇന്ന ആളാവണം എന്നൊരു തീരുമാനം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് തരും. ഒരു സംശയമില്ലേക്കല്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ +2-ന് മുഴുവൻ മാർക്ക് മേടിച്ച് എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ടതൊരു കാര്യം, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഉപരിപഠനം ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുകയും അതിനോടൊപ്പം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിനോടൊരു പ്രയത്നം, അതിനോടൊരു മനസ്സുണ്ട്, സ്വന്തം ഉള്ളിലുള്ള മനസ്സോടുകൂടിയുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയും. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കെല്ലാം സംബന്ധിച്ചോളം നിങ്ങൾക്ക് അറിയാൻ കഴിയും കാര്യങ്ങളെ. ഇപ്പോൾ അടുത്ത വർഷം വരുന്നത് 3 വർഷം ദീർഘകാല കോഴ്സുകളാണ്. ഇത് ഷോർട്ട് കാല കോഴ്സുകളാണ്. 2 വർഷം കോഴ്സ്, അത് കമ്പൽസറി 2 കൊല്ലം. അടുത്ത വരുന്നത് 5 കൊല്ലം ദീർഘകാല കോഴ്സുണ്ട്, 3 കൊല്ലം ദീർഘകാല കോഴ്സുണ്ട്. അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കും. അത് സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ നേടിയൊരു വിജയത്തിന് ആദ്യമേ തന്നെ PTA-യുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം സ്കൂളിൽ അതൊരു ഉഗ്രം പേരാണ്. 80% എന്ന് പറയുമ്പോൾ തന്നെ നല്ലതായി. പിന്നെ നമ്മുടെ ഒരു കുട്ടി ഒരു മാർക്കിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തന്നതാണ്. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം അത്രയും വരെ എത്തിയാറുള്ളത്. ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും വില കൽപ്പിക്കാത്തൊരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ വില ഏറ്റവും അവസാനം മാത്രമല്ല, നമ്മളുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം നേടിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളിങ്ങനെ എത്തിച്ചതിൽ ഞങ്ങളോടുള്ള ഒരു നന്ദിയും പറയണം നിങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ഈ വിദ്യാലയത്തിൽ മോള് പഠിച്ച് ഇത്രയും മാർക്ക് വൈപ്പിങ്ങരക്ക് അഭിമാനം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. മോളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം മോൾക്ക് കിട്ടിയതിൻ്റെ പ്രചോദനം, മോട്ടിവേഷൻ അതെന്തൊക്കെയാണെന്നൊന്നും പറയാമോ? ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ചത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് പഠിക്കുന്നത് തന്നെ ഒരു മോട്ടിവേഷനാണ്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ പഠിപ്പിച്ചതും. ഇത്രയും മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ കഴിവ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ ക്ലാസ് ടീച്ചർ സേതു മിസ്
HM ഗീത മാം എല്ലാവർക്കും വളരെയധികം നന്ദി. ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ +1 നല്ല മാർക്ക് ലഭിച്ചപ്പോഴും ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പോഴും അതേ സപ്പോർട്ടീവാണ്. വളരെ സന്തോഷം. അടുത്ത മോളുടെ അംബിഷൻ എന്താണ്? എനിക്ക് MBBS എടുക്കണം തന്നെയാണ് ആഗ്രഹം. ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ട് മകനെ ഈ വിദ്യാഭ്യാസത്തിൽ ചേർക്കാൻ അതിനുള്ള കാരണത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വളരെ നല്ല രീതിയിലുള്ളൊരു ടീച്ചിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാനേജ്മെൻറ്റും അതുപോലെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയും എൻ്റെ വലിയപ്പച്ചൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവരും കൂടിയും പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഇവിടെ തന്നെ കിട്ടിയത്. അങ്ങനെ വേറെ ചോയ്സൊന്നും വേറെ മാറ്റാതെ ഇവിടെ തന്നെ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാനിവിടെ ചേർത്തത്. അതിലിപ്പോൾ 100% എനിക്ക് ഞാൻ സംതൃപ്തനാണ്. കാരണം പ്രതീക്ഷിച്ചൊരു വിജയമാണ് മോനെ എന്താണ് തോന്നുന്നത് ഇവിടെ നടന്ന വിദ്യാഭ്യാസത്തിൽ? മോനെ എത്രത്തോളം ഈ സ്കൂളിനെ സ്നേഹിക്കുന്നു? 10 വരെ CBSE-ലായിരുന്നു. സ്റ്റേറ്റിലോട്ട് മാറിയപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല ടീച്ചേഴ്സ് എല്ലാവരും നല്ല വൈബായിരുന്നു. മാനേജ്മെൻറ്റ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. വേറെ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ അവർ നല്ലോണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. CBSE വന്നിട്ടും ഇവിടെ മോനെ നല്ല ഒരു ടീച്ചർമാരും മോനെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തല്ലേ? CBSE വന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വേറെ രീതിയിൽ നിന്ന് കേരള സിലബസിലോട്ട് മാറാനുള്ള. അപ്പോൾ അത് കാരണം പക്ഷെ ആ ഒരു ഇതൊക്കെ ഇവിടെ നിന്ന് കവർ ചെയ്യാൻ സാധിച്ചു. ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അവരത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൊണ്ടൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചർമാരെല്ലാവരും നല്ല മോട്ടിവേഷനും നല്ല വിദ്യാഭ്യാസത്തിനും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിർത്തുന്നതാണ് അല്ലേ? ഇവിടെ പഠിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെയാണ് ഇവിടെ കിട്ടിയത്. പിന്നെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളുടെ ഷിക്ക മിസ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവിടെ വന്നേ പിന്നെ കുറേ അവസരങ്ങൾ കിട്ടി. അംബ്രല്ല മീറ്റിന് സ്റ്റേറ്റിന് പോകാൻ സാധിച്ചു. ടോട്ടലി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ചു. ഇങ്ങനെ ഒരു അവസരം തന്നേ പഠിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം തന്നെ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അമ്പലം അടുത്തുള്ളതുകൊണ്ട് തന്നെ നല്ല പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കുമായിരുന്നു. എല്ലാ കാര്യത്തിലും, പഠിത്തത്തിലും അല്ലാതെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാത്തിലും കുറേ അവസരങ്ങൾ കിട്ടി. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ പേർ ടീച്ചേഴ്സിനെ പരിചയപ്പെടാൻ അങ്ങനെ കുറേ നല്ല ക്ലാസ്സുകൾ ഇവിടെ വന്നിട്ട് കിട്ടി. എല്ലാം കൊണ്ട് നല്ലൊരു 2 വർഷമായിരുന്നു. സ്കൂള് സംബന്ധിച്ച് നൈസായിരുന്നു. നല്ലോണമൊക്കെ പഠിക്കാൻ പറ്റി. ടീച്ചർമാരോട് ഇപ്പായിരുന്നു ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത്. നല്ല ഫ്രീഡമുള്ള സ്കൂളാണ്. എന്തുള്ള നമുക്ക് നല്ലോണം ചെയ്യാം. ടീച്ചർമാർ നല്ല കമ്പനിയാണ്. സെറ്റാണ് സംഭവം. നല്ലോണം പഠിക്കുക. ഇവിടെ പഠിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായാലും സേതു മിസ് ആയാലും ഇവിടുത്തെ ഓരോ ടീച്ചർമാരും ഞങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗീതാ മിസ്, പ്രിൻസിപ്പാൾ ഞങ്ങളെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാം കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വേണ്ട ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ പോലും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. എല്ലാത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ 2 കൊല്ലം ഇവിടെ പഠിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടും ഇവിടെ അഡ്മിഷൻ കിട്ടിയതിൽ എന്തായാലും നല്ലൊരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ എടുത്തത്. ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ആദ്യം ഇവിടെ എടുക്കണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ചേട്ടൻ ഇവിടെ നേരത്തെ പഠിച്ചുകൊണ്ടും പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ടീച്ചർമാരും എല്ലാവരും ഇതുകൊണ്ടും ഇപ്പോൾ നല്ലൊരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ പറ്റി. ഇവിടെ പഠിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടീച്ചർമാരെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഷിക മിസ് നല്ല കെയറിങ്ങും ആയിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. നിങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് മാർക്ക് കിട്ടിയതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സന്തോഷത്തോളം വിലമതിക്കാത്തതാണെന്ന് പറയാം. ഞാനിവിടെ
CBSE മോള് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിലാണ് കിട്ടിയത്. വേറെ വെച്ചിട്ടൊന്നും കിട്ടിയില്ല. കിട്ടിയിട്ട് ഇപ്പോൾ പോകാൻ പറ്റിയ സാഹചര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അവസാനം ഇവിടേക്ക് വരാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ CBSE വന്നുകൊണ്ട് ആൾക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇതുവരെ പഠിച്ചതിൽ ടീച്ചർമാരോടൊരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു സ്കൂളിലെ ടീച്ചർമാരോട് ഇപ്പോഴും അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നുന്നു അവർക്ക് ജീവിതാവസരം വരെ ഉണ്ടാവും. കുട്ടികൾക്ക് സംരക്ഷണം അത് കിട്ടിയിട്ടുണ്ട്. അതുമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചു ചോദിച്ചാൽ അപ്പം ടീച്ചർ ഫോണിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മറുപടി തരും. അല്ലാതെ തിരിച്ച് എടുക്കാതിരിക്കുക ഒന്നും അങ്ങനെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫാണ് അവിടെ ഈ കുട്ടികളെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇളയ കുട്ടീനെ ഇങ്ങോട്ട് തന്നെ വിടാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് പറയാനുള്ളത് CBSE തന്നെയാണ് ഇവിടെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിലോട്ട് മാറി. പക്ഷേ മിസ്സുമാരായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വന്നപ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് മാറി. പിന്നെ എന്ത് സംശയം വേണ്ടി മിസ്സുമാർ കീപ്പ് ചെയ്യും. അത് അങ്ങനെ നമുക്ക് നല്ല ഒരു ഇവിടെ നല്ല ലക്ഷ്യം കിട്ടി. പിന്നെ നല്ല 2024 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. 40 കുട്ടികൾക്കാണ് ഇവിടെ ഫുൾ A+ ലഭിച്ചിരിക്കുന്നത്. 8 പേർക്ക് 5 A+ഉം ഒരു കുട്ടിക്ക് 1199 മാർക്ക്, 1200-ൽ 1299 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. 80% വിജയമാണ് ഈ സ്കൂളിന് ലഭിച്ചിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യാതൊരു മടിയും കൂടാതെ പറയുന്ന ആ സമയത്ത് തന്നെ ഞങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരിഹരിച്ചിരുന്ന മാനേജ്മെൻറ്റ്, PTA അംഗങ്ങൾ, ഞങ്ങളുടെ എല്ലാമായ പ്രിൻസിപ്പൽ, ഇവിടുത്തെ എല്ലാ അധ്യാപകർ, എല്ലാവർക്കും രക്ഷാകർത്താക്കൾക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.